Hi dears, welcome to Study Chips. Class 7 Maths Chapter 14 Data Pictures. വിവര ചിത്രങ്ങൾ. പേജ് നമ്പർ 193 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ പൈ ചാർട്ടിൽ നിന്ന് നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കണം. ഒരു പൈ ചാർട്ട് വൃത്തചിത്രം തന്നിട്ടുണ്ട്. ദി മോസ്റ്റ് പോപ്പുലസ് കൺട്രീസ് ഓഫ് ദി വേൾഡ് ആർ ഫസ്റ്റ് ഇന്ത്യ, ദെൻ ചൈന ആൻഡ് ദി തേർഡ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യം ഫസ്റ്റ് ഇന്ത്യയാണ്, ദെൻ ഏതാണ് ചൈനയാണ്, ദെൻ ഏതാണ് തേർഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ USA ആണ്, അമേരിക്കയാണ്. ബാക്കിയുള്ളത് എന്താണ്? എല്ലാ രാജ്യങ്ങളും ഒതേഴ്സിലെ മറ്റ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടല്ലേ. ദി പൈ ചാർട്ട് ബിലോ ഷോസ് ദീസ് ആൻഡ് ദി പോപ്പുലേഷൻ ഓഫ് ദി റിമൈനിങ് കൺട്രീസ് ആർ പാർട്ട് ഓഫ് ദി ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദി വേൾഡ്. ബാക്കിയുള്ള റിമൈനിങ് കൺട്രീസിലെ 3 രാജ്യങ്ങൾ ഒഴികെയുള്ള ബാക്കിയുള്ള റിമൈനിങ് കൺട്രീസിലെ ബാക്കിയുള്ള ഒതേഴ്സിലെ മറ്റ് രാജ്യങ്ങൾ മൊത്തമായിട്ട് ടോട്ടൽ ആയിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരു രാജ്യത്തിൻ്റെത് മാത്രമല്ല. അപ്പോൾ ഇതാണ് കൂടുതലെന്ന് വിചാരിക്കരുതല്ലേ. ഇതിലെല്ലാം കൂടി കൂട്ടിയിട്ട് ഇത്രയേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഏതാണ്? ഇന്ത്യക്കാണല്ലേ. ഇത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഏറ്റവും കൂടുതൽ ഇന്ത്യ, സെക്കൻഡ് ചൈന, അതിൻ്റെ തൊട്ടടുത്ത് USA, ദെൻ കുറേ രാജ്യങ്ങൾ കൂട്ടിയിട്ടാണ് ഒതേഴ്സിലെ മറ്റ് രാജ്യങ്ങളെല്ലാം കൂടിയിട്ടാണ് ഇത്. മറ്റെല്ലാ രാജ്യങ്ങളിലെ ജനസംഖ്യ ഒന്നിച്ചും ലോക ജനസംഖ്യയുടെ ഭാഗങ്ങളായി ഇതിൽ കാണിച്ചിരിക്കുന്നു അല്ലേ. ജനസംഖ്യ കാണിക്കുന്ന അല്ലേ, പോപ്പുലേഷൻ കാണിക്കുന്ന ഒരു പൈ ചാർട്ടാണ്, വൃത്തചിത്രമാണ്. അപ്പോൾ ഏതിലാണ് കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് അല്ലേ. ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് പറയുന്നത്. ഫസ്റ്റ് ഇംഗ്ലീഷ് വായിച്ചിട്ട് അതിൻ്റെ താഴെ മലയാളം കൊടുക്കുന്നുമുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി വേൾഡ് പോപ്പുലേഷൻ ഈസ് ദാറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ ഏതാണ്ട് എത്ര ഭാഗമാണ് അല്ലെ. വേൾഡ് പോപ്പുലേഷൻ്റെ എത്ര ഭാഗമാണ്, എത്ര ഫ്രാക്ഷനാണ്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി വേൾഡ് പോപ്പുലേഷൻ ഈസ് ദാറ്റ് ഓഫ് ഇന്ത്യ അല്ലെ. ഇന്ത്യൻ്റെത് ബാക്കിയുള്ള വേൾഡ് പോപ്പുലേഷൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യൻ്റെത് എത്ര ഫ്രാക്ഷനാണ്, എത്ര ഭാഗമാണ് എന്നാണ് ചോദിച്ചത്. ഇതാണ് ഇന്ത്യ അല്ലേ. ഈ ഇന്ത്യൻ്റെ അതേ പാർട്ടിൽ അതേ ഫ്രാക്ഷനിൽ എത്ര ഭാഗമാക്കി നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. ഇതേ അളവിലില്ലേ അല്ലേ. മുകളിൽ 3 പാർട്ട് ഏകദേശം അല്ലേ, അപ്രോക്സിമേറ്റ്ലി ആയിട്ടാണ് ചോദിച്ചത് ഏകദേശം അല്ലേ. അപ്പോൾ ഇന്ത്യൻ്റെ അതേ അളവിൽ നമ്മൾ ഒരു പാർട്ട് എടുത്തു, ദെൻ നെക്സ്റ്റ് ഇന്ത്യൻ്റെ അതേ അളവിൽ വേറൊരു പാർട്ട്. അപ്പോൾ 3 പാർട്ട് മുകളിലെടുത്തു. ഇനി നമുക്ക് ഇന്ത്യൻ്റെ ഇതേ അളവിലല്ലേ, ഈ അതേ അളവിൽ നമുക്ക് എത്ര ഭാഗങ്ങളാക്കി സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും. ഇതേ അളവിൽ ഒന്ന് ഇവിടെ ആക്കാം, ഒന്ന് ഇവിടെ ആക്കാം അല്ലേ. അങ്ങനെ 6 പാർട്സ് ആയിട്ട് 6 ഭാഗങ്ങളാക്കി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. 3, 4, 5, 6 അല്ലേ, 6 പാർട്സ് 6 ഭാഗങ്ങളാക്കി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. ഇന്ത്യൻ്റെ അതേ അളവിൽ വേൾഡ് പോപ്പുലേഷനിലെ ലോക ജനസംഖ്യ ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്തിട്ട് ഈ ഇന്ത്യ എന്ന് പറയുന്നത് എത്ര ഭാഗമാണ്, എത്ര ഫ്രാക്ഷൻ ആണെന്നാണ് ചോദിച്ചത്. ഫ്രാക്ഷൻ നമ്മളെങ്ങനെ എഴുതലില്ലേ അല്ലേ. 6ൽ ഒരു ഭാഗമാണല്ലേ, 6 പാർട്ടാക്കിയതിൽ അതിൽ ഒരു ഭാഗമാണ് ഇന്ത്യ അല്ലേ. നമുക്ക് 6 കഷ്ണങ്ങൾ ഇന്ത്യയുടെ അതേ അളവിൽ 6 കഷ്ണങ്ങളാക്കാം അല്ലേ. ഈ വൃത്തത്തെ അല്ലെ, ഈ പൈ ചാർട്ടിനെ നമുക്ക് 6 ഭാഗങ്ങളാക്കാം. ഇന്ത്യയുടെ അതേ അളവിൽ വരുന്ന 6 ഭാഗങ്ങളാക്കാം. 6ൽ ഒരു ഭാഗമല്ലേ ഇന്ത്യയുടെ ഭാഗം വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ 6ൽ 1 എന്ന് നമുക്ക് എഴുതാം അല്ലേ. 6ൽ 1 അല്ലേ, 6 താഴെ 6 ഭാഗത്തിൽ ഒരു ഭാഗമാണ് ഇന്ത്യക്ക് വരുന്നത് അല്ലേ. അപ്പോൾ ചൈനൻ്റെത് നെക്സ്റ്റ് എന്താണ്, ചൈനൻ്റെത് ചോദിക്കുന്നുണ്ട്. വാട്ട് അബൌട്ട് ദി പോപ്പുലേഷൻ ഓഫ് ചൈന. ചൈനയുടെ പോപ്പുലേഷൻ ജനസംഖ്യ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏകദേശം ഇന്ത്യൻ്റെ അതേ അളവിൽ തന്നെയാണ് ചൈനൻ്റെത് വരുന്നത് അല്ലേ. ഇന്ത്യയാണ് കൂടുതൽ, കുറച്ചൊരു വ്യത്യാസമുള്ളത്. അപ്പോൾ നമുക്ക് വീണ്ടും ചൈനൻ്റെത് നോക്കുമ്പോൾ ഏകദേശം സെയിം ആണല്ലേ, അപ്രോക്സിമേറ്റ് ആയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ ഏകദേശം നമുക്ക് ചൈനൻ്റെത് എന്താണ് അതേ അളവിൽ 6 ഭാഗമാക്കാം. ഈ വൃത്തത്തെ അല്ലെ, ഈ സർക്കിളിന് 6 ഭാഗമാക്കാം. ആ 6ൽ എന്താണ് ഒരു ഭാഗമല്ലേ ചൈന എന്ന് പറയുന്നത്. അപ്പോൾ 6ൽ ഒരു ഭാഗമാണ് ചൈനയുടേതും 6ൽ ഒരു ഭാഗമാണ് ഇന്ത്യയുടേതും നമുക്ക് കിട്ടി. അപ്പോൾ 6ൽ ഒരു ഭാഗം 1/6 അല്ലേ, 6 പാർട്സിൽ ഒരു ഭാഗം 1 ഭാഗമാണ് ചൈനയുടെയും ഇന്ത്യയുടെയും നമുക്ക് കിട്ടുന്നത്. രണ്ടിനും 1/6 എന്ന് എഴുതാം. തേർഡ് ക്വസ്റ്റ്യൻ, അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഇസ് ദാറ്റ് ഓഫ് ദി USA. അമേരിക്കൻ ഐക്യനാടുകളിലെ ജനസംഖ്യ ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഏകദേശം എത്ര ഭാഗമാണ്. അപ്പോൾ അമേരിക്കയിലെ ജനസംഖ്യ ഇന്ത്യയുടെ ജനസംഖ്യയുടെ ഏകദേശം എത്ര ഭാഗമാണ്. ഇന്ത്യ ആയിട്ടാണ് കമ്പയർ ചെയ്യാൻ പറഞ്ഞത്, ബാക്കിയുള്ള ഒതേഴ്സ് ആയിട്ടല്ല. അപ്പോൾ ടോട്ടലായിട്ടല്ല നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഇന്ത്യയുടെ എത്ര ഭാഗമാണ് USA പോപ്പുലേഷൻ ജനസംഖ്യയാണ് നമ്മൾ നോക്കേണ്ടത്. അമേരിക്ക ഇന്ത്യയുടെ എത്ര ഭാഗമാണ്. അപ്പോൾ അമേരിക്കയിലെ ഈ ജനസംഖ്യ ഇന്ത്യയുടെ എത്ര ഭാഗമാണ്, ഈ ജനസംഖ്യയുടെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ എത്ര USA, എത്ര അമേരിക്ക നമുക്ക് ഇന്ത്യയിൽ ഇതേ അളവിലെടുക്കാം. ഏകദേശം ഈ ഒരു അളവാണ് USൻ്റെത് അമേരിക്കൻ്റെതല്ലേ. അപ്പോൾ ഇതേ അളവിൽ നമുക്ക് എത്ര ഭാഗമാക്കി സ്പ്ലിറ്റ് ചെയ്യാം. ഇതേ അളവിൽ 1 ഭാഗം, 2 ഭാഗം, 3 ഭാഗം, ഏകദേശം ഒരു 4 ഭാഗമാക്കി സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. 1, 2, 3, 4 പാർട്സ് ആയിട്ട് 4 ഭാഗമാക്കിയിട്ട് നമുക്കില്ലേ USൻ്റെ അതേ അളവിൽ ഈ അളവിലുള്ള 4 ഭാഗങ്ങളാക്കാം. ആ 4ൽ ഒരു ഭാഗമല്ലേ USA എന്ന് പറയുന്നത്. 4 പാർട്സിൽ ഒരു ഭാഗമേ ഉള്ളൂ USൻ്റെ അളവ് വരുന്നത് അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ എത്ര ഭാഗമാണ് USA അല്ലേ, ഇന്ത്യയുടെ എത്ര ഭാഗമാണ്, എത്ര ഫ്രാക്ഷൻ ആണെന്നാണ് ചോദിച്ചത് അല്ലേ. അപ്രോക്സിമേറ്റ് ആയിട്ടില്ലേ, ഏകദേശമാണ് ചോദിച്ചത്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഈസ് ദാറ്റ് ഓഫ് ദി USൻ്റേത് എത്രയാണില്ലേ ഇന്ത്യ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് 4 USനെ കൊള്ളിക്കാം അല്ലേ. അതിൽ ഏകദേശം ഒരു ഭാഗമേ നമ്മുടെ USൻ്റെ അളവ് വരുന്നുള്ളൂ അല്ലേ. 4ൽ ഒരു ഭാഗമേ ഉള്ളൂ USൻ്റെ അളവ് വരുന്നുള്ളൂ അല്ലേ. ഇതുപോലത്തെ 4 ഭാഗങ്ങളാക്കിയാൽ 4ൽ ഒരു ഭാഗമേ നമുക്ക് USൻ്റെ അതേ അളവില്ലേ, ഒറ്റ പാർട്സിലെ 1 പാർട്ടുള്ളൂ USൻ്റെ അതേ അളവ് വരുന്നുള്ളൂ. അപ്പോൾ 4ൽ ഒരു ഭാഗം, ഇന്ത്യയുടെ 4ൽ ഒരു ഭാഗമാണ് USA വരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി വേൾഡ് പോപ്പുലേഷൻ ഈസ് ദി കമ്പൈൻഡ് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ, ചൈന ആൻഡ് ദി USA.
ഇന്ത്യ, ചൈന, USA എന്നീ 3 രാജ്യങ്ങളിലെ മൊത്തം ജനസംഖ്യ ലോക ജനസംഖ്യയുടെ ഏകദേശം എത്ര ഭാഗമാണ്? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി വേൾഡ് പോപ്പുലേഷൻ്റെ എത്ര ഭാഗമാണ്? ഇതിൻ്റെയൊക്കെ ജനസംഖ്യ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ, ചൈന, USA ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്യുന്നത് വേൾഡ് പോപ്പുലേഷനിലെ മൊത്തം പോപ്പുലേഷൻ്റെ എത്ര ഭാഗമാണ്? ഇതാണ് ലോക ജനസംഖ്യ വേൾഡ് പോപ്പുലേഷനിലെ മൊത്തമായിട്ടുള്ള പോപ്പുലേഷനാണ്. അതിൽ ഇന്ത്യയും ചൈനയും USA ഈ 3 ഭാഗങ്ങളിലെ എത്ര പാർട്ടാണ്, എത്രയാണ് ഫ്രാക്ഷൻ എന്ന്, എത്ര ഭാഗമാണല്ലേ, മൊത്തത്തിലുള്ളതിൻ്റെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചത്. ഏകദേശം ഇതാണല്ലേ, ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്തിട്ടില്ലേ, നമ്മുടെ ഇന്ത്യയും ചൈനയും USAയും ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്തിട്ട് എത്രയാണ് ടോട്ടലിൻ്റെ എത്ര ഭാഗമാണെന്ന് ചോദിച്ചതിൽ. അപ്പോൾ ഇതേ ഈ 3 ഭാഗം ഈ ഒരു ഭാഗത്തിൽ എത്ര എണ്ണം നമുക്ക് കട്ട് ചെയ്യാം? ഇങ്ങനെ ഒരു ഭാഗം കൂടി ആക്കിയാൽ ഇതേപോലത്തെ ഒരു ഭാഗം ഇവിടെയും കിട്ടി, ഒരു ഭാഗം ഇവിടെയും കിട്ടിയില്ലേ. ഇത് ഒരു ഭാഗമാണെങ്കിൽ 2, 3 3 ഭാഗം ഇതേപോലത്തെ 3 ഭാഗങ്ങളാക്കി നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാം ഭാഗിച്ചൂടെ ഇതേ അളവിൽ ഏകദേശം അപ്രോക്സിമേറ്റ് ആയിട്ടാണ് ചോദിച്ചതിൽ. ഏകദേശം ഇതേ അളവിൽ ഇവിടെ ഒരു ഭാഗം കൂടി കട്ട് ചെയ്യാം, ഇതേ അളവിൽ ഇവിടെ, അങ്ങനെ 3 ഭാഗം നമുക്ക് ആക്കാൻ കഴിയുള്ളൂ. ഇതേ അളവിൽ 4 എണ്ണം ആക്കാൻ കഴിയില്ല. ഇതേ അളവിലാണ് ഇവിടെ വരുന്നത് 3 ഭാഗമാക്കാം. ആ 3-ൽ എത്ര വരുന്നത്? 3-ൽ ഒരു ഭാഗമേ ഈ ഒരു 3ഉം കൂടി വരുന്നത് 1/3 3-ൽ ഒരു ഭാഗം ഇത് 3ഉം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇന്ത്യയും ചൈനയും USA ഈ 3 ഭാഗങ്ങളിൽ ഒരു ഭാഗമല്ലേ വരുന്നുള്ളൂ. 3 ഭാഗങ്ങളിൽ 3 ഭാഗത്ത് ഇത് വരുന്നുണ്ടോ? ഈ ഭാഗത്തും ഇല്ലല്ലോ. ഈ 3 ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗത്തേ ഉള്ളൂ ഇത് 3ഉം കൂടി കമ്പൈൻ ചെയ്യുന്ന പോപ്പുലേഷൻ്റെ ജനസംഖ്യ ഇത് 3ഉം കൂടി വരുന്നതിൻ്റെ ജനസംഖ്യ ഈ 3 ഭാഗങ്ങളിൽ ഒരു ഭാഗമേ വരുന്നുള്ളൂ. നമ്മൾ 3 ഭാഗങ്ങളാക്കി തിരിച്ചതിൽ ഒരു ഭാഗമാണ് ഇത് 3ഉം കൂടി ഇന്ത്യയും ചൈനയും USAൻ്റെ ഈ 3ൻ്റെ അമേരിക്കയും ചൈനയും ഇന്ത്യയുടെയും പോപ്പുലേഷനിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ഈ 3 വേൾഡ് പോപ്പുലേഷൻ ലോക ജനസംഖ്യയുടെ 3 ഭാഗമാക്കിയതിൽ ഒരു ഭാഗമാണ്. പേജ് നമ്പർ 194 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി പൈ ചാർട്ട് ബിലോ ഷോസ് ഹൗ ദി ടോട്ടൽ കൾട്ടിവബിൾ ലാൻഡ് ഇൻ എ പഞ്ചായത്ത് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്രോപ്സ്. ഒരു പഞ്ചായത്തിലെ ആകെ കൃഷിസ്ഥലം പല കൃഷികൾക്കായി എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് കാണിക്കുന്ന വൃത്തചിത്രമാണിത്. അപ്പോൾ ടോട്ടലുള്ള കൃഷിസ്ഥലത്തിൽ ഓരോ ഭാഗങ്ങളും എത്ര ഭാഗമല്ലേ, വെജിറ്റബിൾസിനില്ലേ പച്ചക്കറികൾക്ക് ഇത്ര ഭാഗമാണ് യൂസ് ചെയ്തത്, റബ്ബറിന് ഈ ഒരു പാട്ടല്ലേ യെല്ലോ കളറുള്ള ഈ പാട്ടാണ് യൂസ് ചെയ്തത്, പ്ലാന്റൈനില്ലേ വാഴ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ഈ ബ്ലൂ കളറുള്ള ഈ ഒരു പോർഷനാണ് ഓരോന്നും കൊടുത്തിട്ടുണ്ട്. കോക്കനറ്റില്ലേ തെങ്ങിന്, ടാപ്പിയോക്ക മരച്ചീനി റൈസ് നെല്ലിന് വേണ്ടിയിട്ട് മറ്റുള്ളവ ഒതേഴ്സ് മറ്റുള്ള എല്ലാ കൃഷികളും ബാക്കിയുള്ള ഈ പറഞ്ഞതല്ലാത്ത ബാക്കിയുള്ളതെല്ലാം കൂടി കൃഷി ചെയ്ത സ്ഥലമാണ് ഈ കളറിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ വിച്ച് ക്രോപ്പ് ഈസ് മോസ്റ്റ് ഓഫ് ദി ലാൻഡ് യൂസ്ഡ്, അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ടോട്ടൽ ഈസ് ദിസ്. ഫോർ വിച്ച് ക്രോപ്പ് ഏത് ക്രോപ്പിനാണ് മോസ്റ്റ് ഓഫ് ദി ലാൻഡ് കൂടുതൽ സ്ഥലം ഉപയോഗിച്ചത്, ഏത് കൃഷിക്കാണ്, ഏത് ക്രോപ്പിനാണ് ഏത് കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥലം ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് കാണാം ഏറ്റവും കൂടുതൽ സ്പേസ് ഏതാണ്, ഈ കളറാണല്ലേ, അതാണ് ഒതേഴ്സ് ആണ്, മറ്റുള്ളവ കൃഷി ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ലാൻഡ് യൂസ് ചെയ്തത് അല്ലേ. ഈ കൃഷികൾ ഒഴികെയുള്ള ബാക്കിയുള്ള കൃഷി മറ്റുള്ളവ കൃഷി ചെയ്യാനാണ്, ഒതേഴ്സ് കൃഷി ചെയ്യാനാണ് കൂടുതൽ സ്ഥലം ഉപയോഗിച്ചിട്ടുള്ളത്. ഇതല്ല ഏറ്റവും കൂടുതലുള്ളത്. അത് മൊത്തം കൃഷിസ്ഥലത്തിൻ്റെ ഏതാണ്ട് എത്ര ഭാഗമാണ് ഏകദേശം എത്ര ഭാഗമാണ് മൊത്തം കൃഷിസ്ഥലം, ഈ ടോട്ടലിൻ്റെ എത്ര ഭാഗമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നതിലെ അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ടോട്ടൽ ഈസ് ദിസ്. ടോട്ടലിൻ്റെ എത്ര ഫ്രാക്ഷനാണ്, എത്ര ഭാഗമാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദി ലാൻഡ് യൂസ് ചെയ്ത ഈ ഭാഗം എത്ര ഭാഗമാണ്, ഏതാണ്ടില്ലേ അപ്രോക്സിമേറ്റ് ആയിട്ട് ഏതാണ്ടില്ലേ നമ്മളൊരു ഏകദേശം കാണുക അതായത് ഇതേ അളവിലുള്ള എത്ര എണ്ണം ഭാഗിക്കാം ഇങ്ങോട്ടൊരു കഷ്ണം കട്ടുകൂടി ചെയ്താൽ ഏകദേശം ഇതേ ഒരു അളവിലല്ലേ ഈ ഒരു സൈഡ് വരുന്നത് 3 ഭാഗങ്ങളെ നമുക്ക് ആക്കാൻ കഴിയുള്ളൂ. ഇതേ അളവിൽ 4 എണ്ണം ആക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. ഇങ്ങനെ ആക്കിയത് ചെറുതായില്ലേ. ഏകദേശം ഒരു 3 ഭാഗം ഇതേ അളവിൽ നമുക്കാക്കാം. ആ 3 ഭാഗങ്ങളിൽ ഒരു ഭാഗമല്ലേ ഇത് എന്ന് പറയുന്നത്. നമ്മൾ 3 സ്പ്ലിറ്റ് ചെയ്തതിൽ ഒരു ഭാഗമാണ് നമ്മുടെ ഒതേഴ്സ് മറ്റുള്ളവർക്ക് കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഈ സ്ഥലം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾക്ക് 3 ഭാഗം ഏകദേശം ഇതേ അളവിൽ എത്ര ഭാഗമാക്കി ഈ മൊത്തം അളവിനെ സ്പ്ലിറ്റ് ചെയ്യാം മുറിക്കാം 3 ഭാഗങ്ങളാക്കില്ലേ. ഏകദേശം ഈ അളവിൽ ഇതേ അളവിൽ ഒരു ഭാഗം ഇവിടെയും ഒരു ഭാഗം ഇവിടെ എടുക്കാം. അങ്ങനെ 3 ഭാഗം ആക്കിയതിൽ ഒരു ഭാഗമാണ് ഒതേഴ്സ് മറ്റുള്ളവ കൃഷി ചെയ്യാൻ ഉപയോഗിച്ചത്. ഇതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫോർ വിച്ച് ക്രോപ്പ് ഈസ് ദി ലീസ്റ്റ് എമൗണ്ട് ഓഫ് ലാൻഡ് യൂസ്ഡ്. ഏറ്റവും കുറച്ച് ലീസ്റ്റ് എമൗണ്ട് ഓഫ് ലാൻഡിൽ ഏറ്റവും കുറച്ച് സ്ഥലം ഉപയോഗിച്ചത് ഇതിൽ ഏത് ക്രോപ്പ് കൃഷി ചെയ്യാനാണ്. മലയാളം മീഡിയക്കാരെ ക്വസ്റ്റ്യൻ എന്താണ്, ഏത് കൃഷിക്കാണ് ഏറ്റവും കുറച്ച് സ്ഥലം ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും കുറച്ച് സ്ഥലം ഏത് കൃഷിക്കാണ് നമുക്ക് കാണാം. ഇതിൽ ഏറ്റവും ചെറുത് ഈ ഒരു കാപ്പി കളർ പോർഷൻ ആണല്ലേ, നമുക്ക് അതിനേക്കാളും വലിയ സ്ഥലങ്ങളാണ്. അപ്പോൾ അതേതാണ് റൈസിലെ നെല്ലിന് വേണ്ടിയിട്ട് നെൽകൃഷിക്ക് വേണ്ടി ഉപയോഗിച്ച സ്ഥലമാണ് ഏറ്റവും കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളത്, ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് മലയാളം മീഡിയക്കാരെ ക്വസ്റ്റ്യൻ ഞാനിവിടെ താഴെ കൊടുക്കുന്നതാണ്. വായിക്കുമ്പോൾ ഓരോന്നിൻ്റെ മീനിങ് ഞാൻ പറയുന്നുണ്ട് അപ്രോക്സിമേറ്റ്ലി ഏകദേശം വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ടോട്ടൽ ഈസ് ദിസ്. ടോട്ടലിൻ്റെ എത്ര ഫ്രാക്ഷനാണ്, എത്ര ഭാഗമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അത് മൊത്തം കൃഷിസ്ഥലത്തിൻ്റെ ഏതാണ്ട് എത്ര ഭാഗമാണ് മൊത്തം കൃഷിസ്ഥലത്തിൻ്റെ ഏതാണ്ട് ഏകദേശം അപ്രോക്സിമേറ്റ്ലി എത്ര ഭാഗമാണ് എന്നാണ് ചോദിച്ചത്. ഇതേപോലത്തെ ഭാഗം ഇത് മൊത്തത്തിൽ എത്ര ഭാഗമാക്കാം നമുക്ക് ഇതേപോലത്തെ 1 2 3 4 അങ്ങനെ എത്ര എണ്ണം എടുക്കാം അത്രയും എണ്ണത്തിൻ്റെ എത്ര ഭാഗമാണ് ഇത്. ഒരു 50 40 ഒക്കെ തവണ എടുക്കാം ഏകദേശം അങ്ങനെ എടുക്കുന്നതിൽ ഒരു ഭാഗമാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. കറക്റ്റായിട്ട്
കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ നമ്മുടെ ഈ പൈ ചാർട്ടിലെ വൃത്തത്തിനെ നമുക്ക് എന്താണ് 4 ഭാഗമാക്കിയിട്ട് മുറിക്കാം അല്ലേ? ഈക്വലായിട്ട് 4 ആക്കിയാൽ 4 ഭാഗം ഈക്വലായില്ലേ? അപ്പോൾ ഇതിൽ ഒരു ഭാഗത്തിൻ്റെത് നമ്മൾ കണ്ടുപിടിച്ചാൽ ഇതിൻ്റെ 4 ഇരട്ടിയില്ലേ, 4 ടൈംസിലെ 4 ഗുണിക്കണം എന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് മൊത്തം ഭാഗം കിട്ടി അല്ലേ? ഈ ഒരു ഭാഗത്തിൽ നമ്മുടെ എന്താണ് റൈസ് നെൽകൃഷി ഈ ഒരു പാർട്ട് എത്രയാണ് മൊത്തം അല്ലേ? ടോട്ടലിൻ്റെ എത്ര ഭാഗമാണ് കൃഷി ചെയ്യുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ നെൽകൃഷി ഈ ഒരു ഭാഗത്തിൽ എത്ര ഭാഗം ഉണ്ടാവും നോക്കുക അല്ലേ? അതേ തവണ എന്നായിരിക്കും ഈ ഭാഗത്തിലും ഈ ഭാഗത്തിലും ഈ ഭാഗത്തിലും. അപ്പോൾ ഒരു ഭാഗത്തിൻ്റെത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ 4 ടൈംസില്ലേ, 4 കൊണ്ട് ഗുണിച്ചാൽ മൊത്തം കിട്ടിയില്ലേ? ഏകദേശം ഈ ഒരു ഭാഗം അല്ലേ, ഇവിടുന്ന് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത 2, 3, 4 4 ഭാഗമാക്കി ഏകദേശം മുറിച്ചാൽ ഒരു ഭാഗത്തിൻ്റെത് നമ്മൾ കാണുക. ഈ ഒരു ഭാഗത്തിൽ നമുക്ക് ഇതുപോലത്തെ എത്ര എണ്ണം വെക്കാം അല്ലേ? ഇതേപോലെ അല്ലേ, ഈ റൈസിൻ്റെ അതേ അളവിൽ അതായത് ഒരു വര പോലെ അല്ലേ, 2 വര അടുപ്പിച്ച് വെച്ചത്, അതുപോലെ എത്ര എണ്ണം വെക്കാമെന്ന് നോക്കുക. 1, 2 അല്ലേ, ഏകദേശം ഇത്ര കൊള്ളു ഈ സ്ഥലം വരുന്നത് അല്ലേ? 2 ഭാഗമാക്കി 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 തവണ നമുക്ക് ഈ ഒരു ഭാഗത്തെ 4 ഭാഗമാക്കിയതിൽ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഏകദേശം റൈസിൻ്റെ അതേ അളവിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഏകദേശം അപ്രോക്സിമേറ്റ് ആണ്, എക്സാക്റ്റ് അല്ല ചോദിച്ചത് ഏകദേശമാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഏകദേശം എത്ര പാട്ടായിട്ട് മുറിക്കാം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 ഈ ഒരു ഭാഗത്തിനെ 15 ഭാഗമാക്കി മുറിക്കാം. ഏകദേശം എക്സാക്റ്റ് അല്ല പറയുന്നത്, ഏകദേശം ഇതേ അളവിലാണ് ഏകദേശം എടുത്തതില്ലേ. ഈ പുറത്തേക്ക് വരുന്ന ആരോ നോക്കണ്ട കേട്ടോ നിങ്ങൾ. അത് ഞാനിങ്ങനെ കട്ട് ചെയ്തതാണ്, ഇവിടെ വരെ കട്ട് ചെയ്തതില്ലേ, ഈ സർക്കിളിൻ്റെ ഉള്ളിലാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുറത്തോട്ട് കൊടുത്തത്. അപ്പോൾ 15 എണ്ണമാക്കി സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് ഏകദേശം എനിക്ക് ഈ ഒരു ഭാഗം ഇവിടെ ഒരു ഭാഗം ഇതേപോലത്തെ ഒരു സൈഡ് തന്നെയാണ് ഇവിടെ വരുന്നത്. 2, 3, 4 4 ഭാഗമാക്കിയാൽ ഈ ഒരു ഭാഗം 15 ഭാഗമാക്കി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം ഇതേ അളവിൽ. അതേപോലെ ഇവിടെ ഒരു 15 15 എന്തായി 30 അല്ലേ? അതേപോലെ തന്നെ ഒരു 15 ഇവിടെ ഒരു 15 ഇവിടെ, അപ്പോൾ 15 വീണ്ടും 30 അല്ലേ? അപ്പോൾ 30 60 അല്ലേ? അപ്പോൾ ഈ ഒരു ഭാഗം ഇതിൻ്റെ പകുതി ഭാഗം നമുക്ക് 30 ഇവിടെയും 30 അല്ലേ? ഇവിടെ ഒരു 15 ഭാഗമാക്കി സ്പ്ലിറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ എന്താണ് 15 ആക്കാം അല്ലേ? അപ്പോൾ 15 30 അതേ പകുതി ഭാഗമല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു 30 ഭാഗം അല്ലേ? 15 30 അല്ലേ? അപ്പോൾ 30 60 ഭാഗമാക്കി നമുക്ക് ടോട്ടൽ ലാൻഡിനെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? ആകെ ഉള്ളതിൻ്റെ എത്ര ഭാഗമാണ് നമ്മുടെ റൈസിലെ നെൽകൃഷി ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആകെ 60 ഭാഗങ്ങളാക്കാം അല്ലേ? ഇതേ അളവിൽ 60 ഭാഗങ്ങളാക്കാം അല്ലേ? 60 ഭാഗത്തിൽ എത്ര ഭാഗമാണ്? 60 ഭാഗത്തിൽ ആകെ ഒരു ഭാഗം അല്ലേ? ഇതേപോലത്തെ ഒരു ഭാഗമാണ് നമ്മുടെ നെൽകൃഷിയിലെ റൈസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? 60 ഭാഗങ്ങളാക്കിയാൽ അതിൽ ആകെ ഒരു ഭാഗം അല്ലേ? ഇതേപോലത്തെ 60 ഭാഗങ്ങളാക്കി അതിൽ ഒരു ഭാഗത്തിലുള്ളൂ നമ്മുടെ നെൽകൃഷി ഉള്ളത്, റൈസ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലത്തെ 60 കഷ്ണങ്ങളാക്കിയാൽ അതിൽ ഒരു ഭാഗം അല്ലേ? ഒരു ഭാഗത്തിലുള്ള നെൽകൃഷി ഉള്ളത്. ഏകദേശം നമുക്കൊരു 60 ഭാഗമാക്കാം അല്ലേ? ടോട്ടലിനെ 60 കഷ്ണങ്ങളാക്കാം അല്ലേ? അതിൽ ഒരു ഭാഗത്തുള്ളൂ നമ്മുടെ നെൽകൃഷി റൈസ് ഉള്ളത് അല്ലേ? അപ്പോൾ 60ൽ 1 ഇല്ലേ? 1/60 എന്ന് എഴുതാം. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ടോട്ടൽ ഈസ് യൂസ്ഡ് ഫോർ റബ്ബർ അല്ലേ? മൊത്തം ടോട്ടലിൻ്റെ എത്ര ഭാഗമാണ് റബ്ബർ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ? മൊത്തം കൃഷി ചെയ്യാൻ ഉപയോഗിച്ച സ്ഥലത്തിൻ്റെ എത്ര ഭാഗമാണ് റബ്ബറിന് വേണ്ടിയിട്ട് ഏകദേശം ചെലവഴിച്ചത്? റബ്ബർ ഏതാണ്? യെല്ലോ കളറിലുള്ള ഈ പാർട്ട്. അപ്പോൾ യെല്ലോ കളറിൻ്റെ ഇതേ അളവിൽ നമുക്ക് എത്ര ഭാഗങ്ങളാക്കി സ്പ്ലിറ്റ് ചെയ്യാം? ഇങ്ങനെ ഇങ്ങോട്ട് എടുത്താൽ ഏകദേശം ഇതേ അളവായില്ലേ അല്ലേ? 2 ഭാഗമാക്കി ഏകദേശം ഇതേ അളവില്ലേ? 3 ഭാഗമാക്കി നെക്സ്റ്റ് 4 ഭാഗം അല്ലേ? 5 ഭാഗം അല്ലേ? അപ്പോൾ ഇതൊരു ഭാഗം അതേ അളവിൽ രണ്ടാമത്തെ ഭാഗം നെക്സ്റ്റ് 3, 4 അല്ലേ? 5 ഭാഗങ്ങളാക്കാം അല്ലേ? 5 ഭാഗത്തിൽ നമ്മുടെ റബ്ബർ കൃഷി ചെയ്യുന്നത് ഏതാണ്? ഈ ഒരു ഭാഗത്താണ് അല്ലേ? 5 ഭാഗങ്ങളാക്കിയതില്ലേ? മൊത്തം സർക്കിളിലെ ഈ വൃത്തത്തെ നമുക്ക് 5 ഭാഗങ്ങളാക്കാം ഇതേ അളവിലെ റബ്ബറിൻ്റെ അതേ അളവിൽ അല്ലേ? ചോദിച്ച കൃഷിയിലെ വിള ഏതാണോ ക്രോപ്പ് ഏതാണോ അതിൻ്റെ അതേ അളവിൽ നമ്മൾ മൊത്തം ലാൻഡിനെ കട്ട് ചെയ്യുക അല്ലേ? ഇതേ അളവിലുള്ള ഒരു ഭാഗം കൂടി ആക്കാം അല്ലേ? അതേ അളവിൽ വേറൊരു ഭാഗം അല്ലേ? അങ്ങനെ നമുക്ക് 5 കഷ്ണങ്ങളാക്കി മുറിക്കാം അല്ലേ? ഒരു കേക്ക് കട്ട് ചെയ്യുന്നത് പോലെ ഇതേ അളവിൽ തന്നെ 5 ഭാഗങ്ങളിൽ ഇതിനാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ 5 ഭാഗത്തിൽ ഈ ഒരു ഭാഗമാണ് ഏത് റബ്ബർ കൃഷി ചെയ്യുന്നതിൽ 5ൽ ഒരു ഭാഗമാണ് റബ്ബറിന് വേണ്ടിയിട്ട് ചെലവഴിച്ച സ്ഥലം. എല്ലാം അപ്രോക്സിമേറ്റ്ലി ഏകദേശം അളവാണ് ചോദിച്ചത്, എക്സാക്റ്റ് ഇല്ലേ? കറക്റ്റ് അളവുകളല്ല അല്ലേ? അപ്പോൾ അതിൽ ഏകദേശം നമ്മൾ എടുക്കുക അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളവർ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. Second question, in a class of 40 students, 20 use the school bus, 15 walk to the school and 5 ride bicycles to school. Draw a pie chart showing this. ഒരു ക്ലാസ്സിലെ 40 കുട്ടികളിൽ 20 പേർ സ്കൂൾ ബസ്സിലാണ് വരുന്നത്, 15 പേർ നടന്നും 5 പേർ സൈക്കിളിലും വരുന്നു. ഈ വിവരങ്ങൾ കാണിക്കുന്ന വൃത്തചിത്രം വരയ്ക്കുക. ഒരു ക്ലാസ്സിൽ 40 സ്റ്റുഡൻസ് ടോട്ടൽ, അതിൽ 20 പേര് സ്കൂൾ ബസ്സിൽ, 15 പേര് നടന്നിട്ട് 5 പേരെന്താണ് ബൈസിക്കിളിലെ സൈക്കിൾ ഉപയോഗിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ 3 തരത്തിലാണ് കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത്. അതിൻ്റെ പൈ ചാർട്ട് ഒരു വൃത്തചിത്രം നമ്മൾ ഡ്രോ ചെയ്യണം. അതിനാദ്യം നമുക്ക് ആംഗിൾസ് കിട്ടണം, എന്നാലല്ലേ ഓരോ ആംഗിൾ മെഷർ ചെയ്തിട്ട് വരക്കാൻ കഴിയുകയുള്ളൂ. ടോട്ടൽ സ്റ്റുഡൻസ് 40 ആണ്. അതിൽ
എത്രയാണ് 20 കുട്ടികൾ ബസ്സിലാണ് സ്കൂളിലേക്ക് പോകുന്നത് അല്ലേ. 15 കുട്ടികൾ നടന്നിട്ട് വാക്ക് അല്ലേ. 5 കുട്ടികൾ സൈക്കിൾ വഴിയാണ് പോകുന്നത്. അങ്ങനെ ടോട്ടൽ 40 സ്റ്റുഡൻസ് ഉണ്ട്. അതൊരു ബോക്സ് ആയിട്ട് ഞാൻ എഴുതിയെന്നുള്ളൂ. ബസ്സിൽ സ്കൂളിലേക്ക് പോകുന്നവർ 20 കുട്ടികളാണ്. ആ 20 കുട്ടികളുടെ ആംഗിൾ കാണണം അല്ലേ. ഓരോരുത്തരുടെയും ആംഗിൾ കണ്ടിട്ട് നമ്മൾ സർക്കിളിലെ പൈ ചാർട്ടായിട്ട് വൃത്തചിത്രമാക്കിയിട്ട് വരക്കണം. അപ്പോൾ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഫ്രാക്ഷൻ ഇൻറ്റു 360 ഡിഗ്രി. ഒരു സർക്കിൾ എന്താണ്? 360 ഡിഗ്രിയാണ് അതിൻ്റെ മൊത്തം ആംഗിൾ അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഓരോന്നിൻ്റെയും ഫ്രാക്ഷൻ കണ്ടിട്ട് ഇൻറ്റു 360 ഡിഗ്രി ചെയ്താൽ നമുക്ക് ആംഗിൾ കിട്ടി. അപ്പോൾ ആംഗിൾ ഫ്രാക്ഷൻ ഇൻറ്റു 360. ഫ്രാക്ഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്താൽ? ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ്? അത് താഴെതുകല്ലേ. ടോട്ടൽ 40 സ്റ്റുഡൻസ് ആണല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലേ ആകെ 40 കുട്ടികൾ, അതിൽ 20 കുട്ടികളാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നതില്ലേ. അപ്പോൾ 20ൻ്റെ ഫ്രാക്ഷനില്ലേ ഭിന്നസംഖ്യ എങ്ങനെയാണ്? 20/40 ഇൻറ്റു 360 ഡിഗ്രി അല്ലേ. ഇത് ചെയ്താലില്ലേ ഇത് വെട്ടി ചെറുതാക്കിയിട്ട് നമുക്ക് ആംഗിൾ കിട്ടും. ഫ്രാക്ഷനിലെ ഭിന്നസംഖ്യ എങ്ങനെയാണ്? നമ്മൾ P/Q ഫോമിലല്ലേ ഇതല്ലേ. ടോട്ടൽ സ്റ്റുഡൻസ് താഴെതുക, അതിലെത്രയാണ്? 20 കുട്ടികളാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ 20ൻ്റെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 20/40 അല്ലേ ഇൻറ്റു 360 അല്ലേ. ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ ഫ്രാക്ഷൻ ഇൻറ്റു 360. അപ്പോൾ 15 കുട്ടികൾ നടന്നു പോകുന്നത്, വാക്ക് ചെയ്യുന്നവരുടെ ആംഗിൾ കാണാൻ എന്താണ്? ഫ്രാക്ഷൻ ഇൻറ്റു 360 അല്ലേ. 15 കുട്ടികൾ ടോട്ടൽ എത്രയാണ്? 40 കുട്ടികളിൽ 15 കുട്ടികളാണ് നടന്നു പോകുന്നത് ഇൻറ്റു 360 ഡിഗ്രി അല്ലേ. ഇനി 5 കുട്ടികൾ സൈക്കിൾ വഴിയാണ് പോകുന്നത്. 5 കുട്ടികൾ ടോട്ടൽ 40 കുട്ടികളിൽ 5 കുട്ടികൾ അല്ലേ ഇൻറ്റു 360. ആംഗിൾ കിട്ടാനുള്ള ഇക്വേഷനാണ് ഫ്രാക്ഷൻ ഇൻറ്റു 360. അപ്പോൾ ഇത് വെട്ടി ചെറുതാക്കിയിട്ട് ഇത് ചെയ്താൽ നമുക്കൊരു ആംഗിൾ കിട്ടും. ആ ആംഗിൾ എടുത്തിട്ട് ഓരോന്നും ആംഗിൾ കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് പൈ ചാർട്ടിലെ വൃത്തചിത്രം വരക്കാം. 20/40 ഇൻറ്റു 360. ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രിയാണ്. അതിൽ എത്ര ആംഗിൾസ് വരക്കണം എന്നുള്ളത് ഓരോന്നിൻ്റെ ആംഗിൾ കിട്ടിയാലേ നമുക്ക് വരക്കാൻ കഴിയുള്ളൂ. ഇതിൻ്റെ ആംഗിൾ കിട്ടാൻ 20/40 ഇൻറ്റു 360 ഡിഗ്രി. ഇതിൽ സീറോസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. മുകളിൽ നിന്നൊരു 0, താഴത്തുനിന്നൊരു 0. അപ്പോൾ ഇവിടെ 2/4 ഇൻറ്റു 360ന് നമുക്ക് എന്താണ്? 4 ഇൻറ്റു 90 ആണ് 360 അല്ലേ. 90യും 90യും ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. വീണ്ടും ഒരു 90 എടുക്കുമ്പോൾ 180 അല്ലേ. 180 + 180 ആണ് 360. അതായത് 4 ഇൻറ്റു 90 അല്ലേ. 4 തവണ 90 എടുക്കുന്നതാണ് 360 എന്ന് പറയുന്നത്. 4 ഗുണിക്കണം 90 അല്ലേ. 90 ഡിഗ്രി 4 തവണ ആക്കിയെടുക്കാം അല്ലേ. 360 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 90 ആണ്. അപ്പോൾ നമുക്ക് മുകളിലെ 4ൻ്റെ മൾട്ടിപ്ലൈ ആക്കി എഴുതിയാൽ നമുക്ക് മുകളിലെ 4 താഴെ ഒരു 4 അല്ലേ. ഒരേ സംഖ്യകൾ മുകളിലും താഴത്ത് വന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 2 ഇൻറ്റു 90 എന്താണ്? 90 2 തവണ എടുക്കുന്നത് 180 ആണല്ലേ. 180 ഡിഗ്രിയാണ്. അടുത്തത് 180 ഡിഗ്രി അല്ലേ. അപ്പോൾ 180 ഡിഗ്രി എന്ന് കിട്ടി. 15 ആളുകൾ നടന്നു പോകുന്നവരുടെ ആംഗിൾ ഡിഗ്രി കാണാൻ 15/40 ഇൻറ്റു 360 ഡിഗ്രി. അപ്പോൾ ഇവിടെ 0, മുകളിലൊരു 0യും താഴത്തൊരു 0യും അല്ലേ. അപ്പോൾ 2 സീറോസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് 36നെ നമുക്ക് എന്താക്കി എഴുതാം അല്ലേ. ഇവിടെ 4 ഉണ്ട്. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ 360യെ 4 ഇൻറ്റു 90 എന്ന് എഴുതി അല്ലേ. 36 എന്താണ്? 4 ഇൻറ്റു 9 ആണല്ലേ. 4 9 ആണ് 36 അല്ലേ. അപ്പോൾ 4 9 എന്ന് പറഞ്ഞിട്ട് എഴുതാം. 15 ഇൻറ്റു 9 ഇൻറ്റു 4 ആണ് 36 ഓൾ ഡിവൈഡഡ് ബൈ 4 അല്ലേ. /4 360 ഡിഗ്രിന്ന് ഈ 0യും ക്യാൻസൽ ചെയ്യും. 36നെ നമുക്ക് 9 ഇൻറ്റു 4 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഒരു 4ഉം ഇവിടുന്ന് താഴത്തുനിന്ന് മുകളിൽ നിന്ന് 4 ക്യാൻസൽ ആയി. ഇനി 15 ഇൻറ്റു 9 എന്താണ്? 15 ഇൻറ്റു 9 മൾട്ടിപ്ലൈ ചെയ്തുമ്പോൾ ഗുണിച്ച് നോക്കുമ്പോൾ 135 എന്ന് കിട്ടും. അതായത് 135 ഡിഗ്രി. ഓക്കെ, ഡിഗ്രി നമ്മൾ ക്യാൻസൽ ചെയ്യുന്നില്ല അല്ലേ. 135 ഡിഗ്രി എന്ന് കിട്ടി. നെക്സ്റ്റ് സൈക്കിളിൽ പോകുന്നവർ 40 കുട്ടികളിൽ 5 കുട്ടികൾ. ടോട്ടൽ 40 കുട്ടികളിൽ 5 കുട്ടികളാണ് നടന്നു പോകുന്നത് അല്ലേ. 5/40 ഇൻറ്റു 360 ആംഗിൾ കാണാൻ ഇൻറ്റു 360 അല്ലേ. ടോട്ടൽ സർക്കിളിൻ്റെ ആംഗിൾ പറഞ്ഞാൽ 360 ആണ്. അപ്പോൾ നടന്നു പോകുന്നവരുടെ ആംഗിൾ കിട്ടാൻ ഫ്രാക്ഷൻ ഇൻറ്റു 360. അപ്പോൾ ഇവിടുന്ന് ഒരു 0യും താഴത്തുനിന്നൊരു 0യും വിട്ടാം. സെയിം മെത്തേഡിലെ നമുക്ക് 36നെ 9 ഇൻറ്റു 4 എന്ന് എഴുതാം അല്ലേ. താഴെ 4 ഉണ്ടാകുമ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് 4ൻ്റെ മൾട്ടിപ്പിൾസ് ആക്കില്ലേ. 9 ഇൻറ്റു 4 ആണ് 36 അല്ലേ. 5 ഇൻറ്റു 36നെ നമുക്ക് എന്ത് എഴുതാം? 9 ഇൻറ്റു 4 എന്ന് എഴുതാം അല്ലേ. 9 ഇൻറ്റു 4 ഓൾ ഡിവൈഡഡ് ബൈ 4. അപ്പോൾ 4ഉം ക്യാൻസൽ ചെയ്യാം. വെട്ടുമ്പോൾ 5 ഇൻറ്റു 9 എത്രയാണ്? 5 9 45 ആണ് അല്ലേ. 5 9 45 ഡിഗ്രി 45 ഡിഗ്രി. ഈ ഡിഗ്രി നമ്മൾ ഇവിടുന്ന് ക്യാൻസൽ ചെയ്യുന്നില്ല അല്ലേ. ഈ ഡിഗ്രി ഇവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ കിട്ടുന്ന ആൻസർ ആ ഡിഗ്രി ആയിരിക്കും. ആംഗിൾ കാണാനാണ് നമ്മൾ ഈ ഇക്വേഷൻ ചെയ്തത് അല്ലേ. അപ്പോൾ നമുക്ക് 3 ആംഗിൾസും കിട്ടി. ഒരു സർക്കിളിൽ ഒരു വൃത്തം വരച്ചിട്ട് പ്രൊട്ടാക്ടറിൽ 180 ഡിഗ്രി 135 ഡിഗ്രി 45 ഡിഗ്രി അല്ലേ. ഈ 3 ആംഗിൾസും നമ്മൾ അളന്ന് വരച്ചാൽ നമുക്ക് അതിൻ്റെ പൈ ചിത്രം അല്ലേ വൃത്തചിത്രം കിട്ടി. നമുക്ക് വൃത്തചിത്രം അല്ലേ ഒരു പൈ ചാർട്ട് വരക്കാൻ ഒരു സർക്കിൾ വേണം അല്ലേ. ഒരു വൃത്തം വരക്കുക. ഈ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു ലൈൻ എങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് വരക്കാം, ഇങ്ങോട്ട് എവിടേക്കെങ്കിലും ഒരു ലംബം ഒരു വര വരക്കുക. അപ്പോൾ ഞാനിവിടെ സെൻറ്ററിൽ നിന്നും മുകളിലേക്ക് ഒരു വര വരച്ചിട്ടുണ്ട്. നമുക്ക് ആംഗിൾ മെഷർ ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയ ആംഗിൾസ് 180 ഡിഗ്രി 135 ഡിഗ്രി 45 ഡിഗ്രി അതൊക്കെ മെഷർ ചെയ്യുക. പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്തിട്ട് ആംഗിൾ മെഷർ ചെയ്യുക. സർക്കിളിൻ്റെ സെൻറ്ററിലെ നടുവിൽ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്ററും അതേപോലെ പ്രൊട്രാക്ടറിൻ്റെ 0 സർക്കിളിൻ്റെ ഈ ലൈനിലേ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ വെക്കുക. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിലാണ്. ദെൻ 10 20 30 40 90 180 ഇവിടെയാണ് 180 നിൽക്കുന്നത്. അതായത് സർക്കിളിൻ്റെ അവിടെ ഒരു പോയിന്റിലെ ഒരു ബിന്ദു മാർക്ക് ചെയ്യുക. 180 ഡിഗ്രി
അല്ലേ ഇവിടെയാണ് 180 ഉള്ളത് അല്ലേ 170 160 കണ്ടോ ഇതാണ് 180 അതായത് ഒരു സർക്കിളിൻ്റെ നേർപകുതിയാണ് 180 ഡിഗ്രി എന്ന് പറയുന്നത് രണ്ട് 180 ആയ 360 ഡിഗ്രി അല്ലേ മൊത്തം ഒരു സർക്കിളിൻ്റെ ആംഗിൾ 360 ഡിഗ്രിയാണ് അതിൻ്റെ നടുവാണ് ഒരു സർക്കിളിൻ്റെ സെൻറ്ററിലെ പകുതി ഭാഗമാണ് 180 ഡിഗ്രി അല്ലേ നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടേണ്ടത് അപ്പോൾ നടുവിൽ വെച്ചിട്ട് പ്രൊട്ടാക്ടറിൻ്റെ പകുതിയില്ലേ പ്രൊട്ടാക്ടർ ഒരു ഫുൾ പ്രൊട്ടാക്ടറിൻ്റെ അളവാണ് 180 ഡിഗ്രി എന്ന് പറയുന്നത് 180 ഡിഗ്രി മെഷർ ചെയ്തിട്ട് 180 ഡിഗ്രിയിലെ അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് 180 ഈ പകുതി ഭാഗമാണ് 180 ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടേക്ക് ഒരു വര വരക്കുക അതുമാണ് 180 ഡിഗ്രിയിലെ 180 ഡിഗ്രി അതായത് സ്കൂൾ ബസ്സിൻ്റെ 20 കുട്ടികൾ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് അതാണ് ആംഗിൾ കിട്ടിയത് 180 ഡിഗ്രിയാണ് അപ്പോൾ അതിൻ്റെ സർക്കിളിൻ്റെ നേർപകുതി ഭാഗമാണ് 180 ഡിഗ്രി അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് ഒരു യെല്ലോ കളറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളർ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ബസ് എന്ന് ഡിനോട്ട് ചെയ്യാം നടന്നു പോകുന്നില്ലേ വാക്ക് ചെയ്യുന്നത് 15 കുട്ടികളുടെ ആംഗിൾ നമുക്ക് എത്രയാണ് കിട്ടിയത് 135 ഡിഗ്രിയിലെ അപ്പോൾ നമ്മുടെ വൃത്തത്തിൻ്റെ നടുവിൽ പ്രൊട്ടാക്ടറിൻ്റെ സെൻറ്റർ വെച്ചിട്ട് 0 എങ്ങനെയാണ് നമ്മൾ വരച്ച വരയിലെ തൊടുന്ന രീതിയിൽ വെച്ചിട്ട് 180 ഡിഗ്രിയാണ് ഇവിടെ വരെ നെക്സ്റ്റ് ഇവിടുന്ന് തൊട്ടിട്ട് നമ്മൾ എന്താണ് നെക്സ്റ്റ് നമ്മുടെ ഡിഗ്രി എത്രയാണ് 135 ആണല്ലേ 135 ഡിഗ്രിയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് 110 120 130 135 അല്ലേ 140ൻ്റെയും 130ൻ്റെ ഇടയിലുള്ള ഈ ലൈനാണ് 135 അപ്പോൾ ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു വര വരക്കുക അതാണ് 135 ഡിഗ്രി 135 മാർക്ക് ചെയ്തു എന്നിട്ട് ഇവിടുന്ന് സ്കെയിൽ വെച്ചിട്ട് ഇങ്ങോട്ടൊരു വര സെൻറ്ററിലേക്ക് സർക്കിളിൻ്റെ നടുവിലേക്ക് വര വരക്കുക അപ്പോൾ ഇതെന്താണ് 135 ഡിഗ്രിയാണ് ഈ ആംഗിൾ എന്ന് പറയുന്നത് 135 ഡിഗ്രിയാണ് നമ്മൾ ഇവിടുന്ന് തൊട്ട് ആംഗിൾ മെഷർ ചെയ്തു നെക്സ്റ്റ് ഇനി എന്താണ് സൈക്കിളിൽ പോകുന്നവർ 45 ഡിഗ്രിയാണ് അല്ലേ 45 ഡിഗ്രി അപ്പോൾ ഈ ഒരു പോർഷൻ 45 ഡിഗ്രി ആയിരിക്കും അല്ലേ എല്ലാം കൂടി കൂട്ടിയാൽ 360 ഡിഗ്രി ആവണം അല്ലേ 135 45 ഡിഗ്രി ഈ ഡിഗ്രി എന്തായിരിക്കും 45 ഡിഗ്രിയാണ് 135 45 150 അല്ലേ ഒരു സർക്കിളിൻ്റെ പകുതി ഭാഗം 150 ബാക്കി പകുതി 150 അല്ലേ ടോട്ടൽ 360 ഡിഗ്രി ആയില്ലേ ട്രാക്ടർ സെൻറ്റർ ഇവിടെ 0 ടച്ച് ചെയ്യുന്നിടത്ത് നമ്മൾ വരച്ച വരയിൽ ടച്ച് ചെയ്യുക എന്നിട്ട് വരക്കുമ്പോൾ ഇതാ 45 അല്ലേ ഇതാ 45 അല്ലേ 45-ലാണുള്ളത് 45 ആയിരിക്കും 35 ഡിഗ്രി അല്ലേ വാക്ക് നടക്കുന്നവർ ബാക്കിയുള്ളത് ഏതാണ് ബൈസൈക്കിൾ ഓരോന്ന് മാർക്ക് ചെയ്യില്ല 45 ഡിഗ്രി സൈക്കിൾ ബൈസൈക്കിൾ നടക്കുന്നവർ വാക്ക് 135 ഡിഗ്രി ഓരോന്നിനും നിങ്ങൾക്ക് ഓരോ കളർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ ബസ്സിന് യെല്ലോ കളർ ഇല്ലേ ഇതിന് ഗ്രീൻ കളർ അല്ലേ ബൈസൈക്കിളിന് ഗ്രീൻ ബ്ലൂ കളറൊക്കെ കൊടുത്തിട്ട് ഓരോന്നും മെൻഷൻ ചെയ്യുക അല്ലേ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ഇൻ എ ക്ലാസ് 25% ഗോട്ട് എ ഗ്രേഡ് ഇൻ എ മാത്ത് ടെസ്റ്റ് 40% ഗോട്ട് ബി ഗ്രേഡ് 20% ഗോട്ട് സി ഗ്രേഡ് ആൻഡ് ദി റിമൈനിങ് ഡി ഗ്രേഡ് ഡ്രോ എ പൈ ചാർട്ട് ഷോയിങ് ദിസ് ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ 25% പേർക്ക് കണക്ക് പരീക്ഷയിൽ എ ഗ്രേഡും 40% പേർക്ക് ബി ഗ്രേഡും 20% പേർക്ക് സി ഗ്രേഡും അല്ലെ ബാക്കിയുള്ളവർക്ക് ഡി ഗ്രേഡ് റിമൈനിങ് ഡി ഗ്രേഡ് കിട്ടി ഈ വിവരങ്ങൾ കാണിക്കുന്ന വൃത്തചിത്രം വരക്കുക അല്ലേ ഈ വിവരങ്ങൾ കാണിക്കുന്ന പൈ ചാർട്ടാണ് വരക്കേണ്ടത് എ ഗ്രേഡ് കിട്ടിയത് 25% അതിൻ്റെ ആംഗിൾ കാണണം അല്ലെ ബി ഗ്രേഡ് കിട്ടിയ 40%ൻ്റെ ആംഗിൾ കാണണം സി ഗ്രേഡ് കിട്ടിയവരുടെ 20% ആണല്ലേ അപ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ ആംഗിൾ കാണണം അല്ലേ ബാക്കിയുള്ളവരെന്താണ് ഡി ഗ്രേഡ് ആണ് ടോട്ടൽ 100% ആണ് ഉണ്ടാവുക അല്ലേ ഇതെല്ലാം കൂട്ടിയിട്ട് ബാക്കി എത്ര ഉണ്ട് അത് അവർക്ക് എല്ലാവർക്കും ഡി ഗ്രേഡ് ആണ് ആംഗിൾ കണ്ടിട്ട് ആ ആംഗിൾ കണ്ടാലല്ലോ നമുക്ക് വൃത്തചിത്രം പൈ ചാർട്ട് വരക്കണമെങ്കിൽ ആംഗിൾ കാണണം ആംഗിൾ കണ്ടിട്ട് പൈ ചാർട്ട് വരക്കുക സെക്കൻഡ് ക്വസ്റ്റ്യൻ എ ഗ്രേഡ് കിട്ടിയവർ 25% അല്ലേ പെർസെൻറ്റേജ് കുട്ടികളാണ് ബി ഗ്രേഡ് കിട്ടിയത് 40% സി ഗ്രേഡ് കിട്ടിയത് 20% ആണല്ലേ ടോട്ടൽ എത്ര ശതമാനത്തിലാണ് നമ്മൾ പെർസെൻറ്റേജ് പറയൽ അല്ലേ 100% അല്ലേ 100%ലാണ് പറയാറ് അപ്പോൾ ഇത്രയും പോർഷൻസ് എത്രയായി 40 20 25 45 അല്ലേ 45% പ്ലസ് 40 85% അല്ലേ 85ലേക്ക് 85 പ്ലസ് 15 അല്ലേ 100 അപ്പോൾ ഡി ഗ്രേഡ് കിട്ടിയവർ ബാക്കിയുള്ള കുട്ടികൾ പറഞ്ഞാൽ ബാക്കിയുള്ള 15% കുട്ടികൾക്കാണ് ഡി ഗ്രേഡ് കിട്ടിയത് അല്ലേ ടോട്ടൽ 100 100-ൽ നിന്നും 85 മൈനസ് ചെയ്താൽ ബാക്കി 15 ആണുള്ളത് അപ്പോൾ 15 കുട്ടികൾക്കല്ലേ ബാക്കിയുള്ള കുട്ടികളല്ലേ ടോട്ടൽ 100 കിട്ടണം അല്ലേ ആകെ നമ്മൾ പെർസെൻറ്റേജ് ശതമാനം പറയും 100% വിജയം അല്ലേ കുട്ടികൾ എക്സാമിന് ജയിക്കുന്നത് 100% അല്ലേ അങ്ങനെയാണ് പറയാറ് അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് 85 കിട്ടി 85ഉം 15ഉമാണ് 100 അപ്പോൾ ഡി ഗ്രേഡ് കിട്ടിയവർ 15% ആയിരിക്കും അപ്പോൾ നമ്മൾ പെർസെൻറ്റേജിനെ നമ്മളെങ്ങനെയാണ് പെർസെൻറ്റേജ് കാണാൻ ബൈ 100 ആണല്ലേ 25% അല്ലേ 25/100 അല്ലേ ആംഗിൾ കിട്ടണം നമുക്ക് പൈ ചാർട്ട് വൃത്തചിത്രം വരക്കാൻ അപ്പോൾ ആംഗിൾ കാണാൻ ഫ്രാക്ഷൻ ഇൻറ്റു 360 ഫ്രാക്ഷൻ എത്രയാണ് 25 ബൈ എത്രയാണ് ടോട്ടൽ 100 ആണല്ലേ ഇൻറ്റു 360 ഡിഗ്രി ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ഡിഗ്രി 360 ഇത് കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതിൻ്റെ ആംഗിൾ കിട്ടി ഇതിൻ്റെത് 40%ൻ്റെ 40/100 അല്ലേ 40 ടോട്ടൽ 100 ഇൻറ്റു 360 ഡിഗ്രി 20/100 ഇൻറ്റു 360 ഡിഗ്രി 15%-ൻ്റെ 15/100 അല്ലേ ടോട്ടൽ 100 ആണ് ഇൻറ്റു 360 ഡിഗ്രി അപ്പോൾ ഇതെല്ലാം നമുക്ക് വെട്ടി ചെറുതാക്കിയിട്ട് കിട്ടുന്ന ആൻസർ നമുക്ക് ആംഗിൾ കിട്ടിയില്ലേ ഓരോ ആംഗിളും കിട്ടിയാൽ നമുക്ക് പൈ ചാർട്ട് വരക്കാം വൃത്തചിത്രം വരക്കാം ഇവിടെ 25/100 ഇൻറ്റു 360 ഡിഗ്രി അല്ലേ ഇതിനെ നമുക്ക് എങ്ങനെ വെട്ടിച്ചെറുതാക്കാൻ 25 ഇൻറ്റു 360 നമ്മൾ പറഞ്ഞു 4 ഇൻറ്റു 90 ഡിഗ്രിയാണ് അല്ലേ 4 ഗുണിക്കണം 90 ഡിഗ്രി അല്ലേ 4 90 എടുക്കുന്നതാണ് 360 അല്ലേ 290 ആണ് 180 അല്ലേ 490 ആണ് 360 അപ്പോൾ 360ന് 4 ഇൻറ്റു 90 എന്ന് എഴുതാം അതുപോലെ 100ന് 4ൻ്റെ ടേംസിൽ എങ്ങനെ എഴുതാം എന്നാലല്ലേ നമുക്ക് വെട്ടി പോകാൻ കഴിയുള്ളൂ 4 ഇൻറ്റു എത്രയാണ് 100 4 ഇൻറ്റു 25 അല്ലേ 25 2 തവണ എടുക്കുന്നത് 50 ആണ് അല്ലേ 25 4 തവണ എടുക്കുന്നത് 100 100നെ 4 ഭാഗമാക്കിയാൽ 25 അല്ലേ 2 ഭാഗമാക്കിയാൽ അതിൻ്റെ
നേർപകുതി 50 അപ്പോൾ 4 ഭാഗമാക്കുമ്പോൾ നമുക്ക് 25 25 എന്ന് കിട്ടും. അപ്പോൾ 4 × 25 രണ്ടിനും 4ൻ്റെ മൾട്ടിപ്പിൾസ് ആക്കിയത് കാരണം നമുക്ക് 4ഉം 4ഉം ക്യാൻസൽ ചെയ്യാം. അതേപോലെ മുകളിൽ 25 ഉണ്ട്, താഴെ 25 ഉണ്ട്. മുകളിൽ 25 ഉണ്ടായതുകൊണ്ട് നമുക്ക് 100നെ 25ൻ്റെ ടേംസിലാക്കാം. എന്നാൽ നമുക്ക് വെട്ടിപ്പോയാൽ നെക്സ്റ്റ് എന്താണ് 90 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി അല്ലേ, 90 ഡിഗ്രി എന്ന് നമുക്ക് സിമ്പിളായിട്ട് കിട്ടി. അപ്പോൾ വെട്ടി ചെറുതാക്കാൻ കഴിയുന്നത് മുകളിലുള്ള ടേംസിൻ്റെ അതേ രീതിയിൽ നമുക്ക് താഴെയുള്ള നമ്പറിൻ്റെ മൾട്ടിപ്പിൾസ് ആക്കിയില്ലേ. 25 × എത്രയാണ് 100, 25 × 4 ആണ് അല്ലേ. മുകളിൽ നമുക്കറിയാം 360 ഡിഗ്രി 4 × 90 ആണ്. അപ്പോൾ നമുക്ക് 25ഉം 4ഉം ഒക്കെ ക്യാൻസൽ ചെയ്താൽ 90 മാത്രമേ ബാക്കി ഉണ്ടാവും. നമുക്ക് 90 ഡിഗ്രിയിലെ 90 ഡിഗ്രി എന്ന് കിട്ടി. 40/100 × 360 ഡിഗ്രി. ഇവിടെ 2 0 അല്ലേ, എവിടെയും ഉണ്ട്, മുകളിലും ഉണ്ട്. അപ്പോൾ സീറോസ് എല്ലാം ക്യാൻസൽ ചെയ്യാം. സീറോസ് എല്ലാം ക്യാൻസൽ ചെയ്താൽ ഇവിടെ 1 ഉള്ളേ. 4/1 4 തന്നെയാണ്. 4 × 36 എത്രയാണ്, 36 × 4 അല്ലേ. ഗുണിച്ച് നോക്കുക, 36 ഗുണിക്കണം 4 എത്രയാണ്, 144 ആണ്. ഗുണിച്ച് നോക്കുമ്പോൾ 144 ഡിഗ്രി അല്ലേ. അപ്പോൾ 144 ഡിഗ്രി എന്ന് നമുക്ക് ഇതിൻ്റെത് കിട്ടി. നെക്സ്റ്റ് 20/100 × 360 ഡിഗ്രി. 0 ഇവിടെയും താഴെയുണ്ട്, മുകളിലും താഴെയും അല്ലേ. അപ്പോൾ സീറോസ് എല്ലാം ക്യാൻസൽ ചെയ്താൽ 2/1 2 തന്നെയാണ്. 2 × 36 എത്രയാണ്, 36 2 തവണ കൂട്ടി നോക്കുക അല്ലേ. 36 × 2 എത്രയാണ്, മൾട്ടി ഗുണിച്ച് നോക്കുമ്പോൾ 72 എന്ന് കിട്ടി. അപ്പോൾ 72 ഡിഗ്രി എന്ന് കിട്ടി, 72 ഡിഗ്രി. നെക്സ്റ്റ് 15/100 × 360 ഡിഗ്രി. ഇവിടെയുള്ള ഒരു 0യും മുകളിലുള്ള 0യും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 15ഉം 10ഉം എന്താണ്, 5ൻ്റെ ഗുണിതങ്ങളാണല്ലേ, 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ എളുപ്പത്തില്ലേ. 5ൻ്റെ ടേംസിൽ ചെയ്താൽ 5ഉം 5ഉം ക്യാൻസൽ ചെയ്യാം അല്ലേ. അപ്പോൾ 15 എന്ന് പറഞ്ഞാൽ 3 × 5 ആണല്ലേ, 3 5 15 ആണ്. 10 എന്താണ്, 2 5 ആണ് 10 അല്ലേ, 2 ഗുണിക്കണം 5 ആണ് 10. 36 എന്നാൽ 2 × 18 ആണ് 36 അല്ലേ. 2 ഗുണിക്കണം 18 അല്ലേ. 18ഉം 18ഉം കൂട്ടുമ്പോഴാണ് 36 കിട്ടുന്നത്. അപ്പോൾ 2 × 18 എന്ന് എഴുതാം. നമുക്ക് 5ഉം 5ഉം ക്യാൻസൽ ചെയ്യാം, മുകളിലുള്ള 2ഉം 2ഉം താഴെയുള്ള 2ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 3 × 18 എത്ര വരും, 3 × 18 54 ഡിഗ്രി അല്ലേ, 54 ഡിഗ്രി എന്ന് കിട്ടി അല്ലേ. നമുക്ക് എന്താണ് വെട്ടി പോകാൻ വേണ്ടിയിട്ട് അല്ലേ, 5ൻ്റെ മൾട്ടിപ്പിൾസ് ആക്കി താഴെ 2 ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 2 ക്യാൻസൽ ചെയ്യാൻ. 36നെ 2 × 18 എന്ന് എഴുതി. 2 തവണ 18 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ 2ഉം 5ഉം ഒക്കെ ക്യാൻസൽ ചെയ്യാം. 3 × 18 ഗുണിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് 54 എന്ന് കിട്ടും, 54 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഡിഗ്രീസ് ഓരോ ആംഗിൾസും കിട്ടി അല്ലേ, ആംഗിൾസ് ഡിഗ്രി കിട്ടി. ഇനി പ്രൊട്ടക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി എടുക്കുക അല്ലെ, ഒരു സർക്കിൾ വെച്ചിട്ട് ഓരോ ആംഗിൾസും അല്ലേ, അപ്പോൾ ഈ പെർസെൻറ്റേജിൻ്റെ ഒക്കെ ആംഗിൾസ് വരക്കുക. അപ്പോൾ നമുക്ക് പൈ ചാർട്ട് വൃത്തചിത്രം കിട്ടി. ഓരോ ഡിഗ്രീസിലെ ഓരോ ആംഗിൾസും നമ്മൾ ഇതിൽ അളക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു വൃത്തം അല്ലേ, പൈ ചാർട്ടിന് എന്താണ് ഒരു സർക്കിളാണ് വരക്കേണ്ടത്. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മളൊരു ലൈൻ വരക്കുക. സെൻറ്ററിൽ നിന്നും ഒരു ലൈന് ഏതെങ്കിലും ഒരു വര, ഇവിടെ നിന്ന് ഇങ്ങനെ സെൻറ്ററിൽ എവിടേക്ക് വേണമെങ്കിലും ഒരു വര വരക്കാം. അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ ആംഗിൾസിലെ 90 ഡിഗ്രി ഓരോ ആംഗിൾസും മെഷർ ചെയ്യണം. എന്നിട്ട് ഒരു വര വരച്ചതിൻ്റെ അവിടെ നിന്ന് സെൻറ്ററിൽ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെക്കുക. 0യിൽ പ്രൊട്രാക്ടറിൻ്റെ ആ 0ൻ്റെ അവിടെ ലൈനിലെ ഒറ്റ അങ്ങനെ വെച്ചിട്ട് 90 ഡിഗ്രി എവിടെയാണ് അല്ലേ. ഫസ്റ്റത്തെ നമ്മളെ എ ഗ്രേഡ് കിട്ടിയത് 90 ഡിഗ്രി ആണ് അല്ലേ. എ ഗ്രേഡ് 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്, അതിൻ്റെ ആംഗിൾ 90 ഡിഗ്രി ആണ്. അതാണ് ഇവിടെയുള്ള 90 അല്ലേ. 180ൻ്റെ നേർപകുതി, അതായത് ഒരു പ്രൊട്രാക്ടറിൻ്റെ കാൽഭാഗം അല്ലേ. പ്രൊട്രാക്ടറിൻ്റെ പകുതി 180 ആണ് ഫുള്ള്, അതിൻ്റെ നേർപകുതി 90 ആണ്. അപ്പോൾ ഇവിടെ ഒരു മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 90 ഡിഗ്രിയിലെ ഇവിടുന്ന് ഇങ്ങോട്ട് സ്കെയിൽ വെച്ചിട്ട് ഒരു വര വരക്കുക. അപ്പോൾ ഇതാണ് 90 ഡിഗ്രി. ഈ ആംഗിളാണ് 90 ഡിഗ്രി അല്ലേ, 90 ഡിഗ്രി. എ ഗ്രേഡ് കിട്ടിയവരതാണ് 90 ഡിഗ്രി ആംഗിൾ. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കളർ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാം. നെക്സ്റ്റ് നിങ്ങൾ അല്ലേ ഈ 90 ഡിഗ്രീൻ്റെ അവിടെ നിന്നാണ് പ്രൊട്രാക്ടർ വെക്കേണ്ടത് അല്ലേ. 0 അതിൻ്റെ എൻഡിലും അല്ലേ, പ്രൊട്രാക്ടറിൻ്റെ സെൻറ്ററിൽ നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്ററിലും ആക്കി വെക്കുക. എന്നിട്ട് നെക്സ്റ്റ് എത്രയാണ്, 144 ഡിഗ്രിയാണ് ബി ഗ്രേഡ് കിട്ടിയത് അല്ലേ. 40% എന്ന് പറഞ്ഞാൽ 144 ഡിഗ്രിയാണ്. അപ്പോൾ 144 ഡിഗ്രി മാർക്ക് ചെയ്യുക അല്ലേ. 130 ഇതാ ഇവിടെ 140 144 അല്ലേ. 145 ആണ് ഈ ലൈന് അല്ലേ, അതിൻ്റെ തൊട്ട് മുന്നതുള്ളതാണ് 144 അല്ലേ. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുക, എന്നിട്ടൊരു വര വരക്കുക. അതാ ഇങ്ങനെ വെച്ചിട്ട് ഇതാ 144 അല്ലേ, 140 45ൻ്റെ തൊട്ട് മുന്നുള്ള ലൈൻ 144 ഡിഗ്രി. അതെന്താണ് ബി ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണമാണ്. നെക്സ്റ്റ് നമുക്ക് സി ഗ്രേഡ് കിട്ടിയത് 20% എന്ന് പറയുന്നത് 72 ആണ്, 72 ഡിഗ്രി. നെക്സ്റ്റ് നമ്മൾ അളക്കേണ്ടത് ഈ കിട്ടിയ ഡിഗ്രി 144 ഡിഗ്രി കിട്ടിയ ആ വരയിൽ നിന്നുമാണ് നെക്സ്റ്റ് ആംഗിൾ മെഷർ ചെയ്യേണ്ടത് അല്ലേ. സെൻറ്ററിൽ വെക്കുക. പ്രൊട്രാക്ടറിൻ്റെ 0 ഈ ലൈനിൻ്റെ ഈ അറ്റത്തും അല്ലേ, പ്രൊട്രാക്ടറിൻ്റെ സെൻറ്ററിൽ സർക്കിളിൻ്റെ സെൻറ്ററിലും ആക്കി വെക്കുക അല്ലേ. 144 കിട്ടിയ സ്ഥലത്ത് നിന്നും വെക്കുക. എന്നിട്ട് നെക്സ്റ്റ് എത്രയാണ്, 72 ഡിഗ്രി ആണല്ലേ. 72 ഇതാ 60 70 12 അല്ലേ. 72 എന്നുള്ള ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരക്കുക അല്ലേ, 72. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു ലൈൻ വരച്ചാൽ അത് 72 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഇതാ 144 ഇവിടുന്നത് 72 അല്ലേ. 70 കഴിഞ്ഞിട്ട് 2 പോയിൻ്റ് അല്ലേ, 72ൽ മാർക്ക് ചെയ്ത് വരച്ചാൽ നമുക്ക് 72 ഡിഗ്രി കിട്ടി. നെക്സ്റ്റ് നമ്മൾ 72 ഡിഗ്രി കഴിഞ്ഞിട്ട് അടുത്ത ആ ലൈനിനാണ് നെക്സ്റ്റ് മെഷർ ചെയ്യേണ്ടത് അല്ലേ. 0യിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ പ്രൊട്രാക്ടർ വെക്കുക, സെൻറ്റർ വെക്കുക. നെക്സ്റ്റ് എത്രയുണ്ട്, 54 അല്ലേ. കറക്റ്റ് 54 ആയിരിക്കും അല്ലേ. ഈ ആംഗിൾസ് എല്ലാം ടോട്ടൽ 360 ആയിരിക്കും. അപ്പോൾ 3 ആംഗിൾസ് കിട്ടിയാൽ ബാക്കിയുള്ളത് എന്തായിരിക്കും, 4ാമത്തെ ആംഗിളിലെ 54 ഡിഗ്രി ആയിരിക്കും ഡി ഗ്രേഡ് കിട്ടിയവരുടെ കുട്ടികളുടെ എണ്ണം. അപ്പോൾ ഓരോ ആംഗിൾസിലെ നമ്മൾ വൃത്തം വരക്കാൻ അതാണ് ആംഗിൾസ് കിട്ടണം. നല്ല പൈ ചാർട്ടിലെ വൃത്തചിത്രം വരക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആംഗിൾസ് കണ്ടുപിടിക്കുക, എന്നിട്ട് അത് വരക്കുക. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇങ്ങനെ വരക്കേണ്ടതാകുമ്പോൾ നമ്മൾ ക്യാമറയിൽ വീഡിയോ എടുക്കുകയും വേണം, വരക്കുകയും വേണം. അപ്പോൾ ഒരു ഹാൻഡ് കൊണ്ട് ഒരു കൈ കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്, മറ്റൊരു കൈ കൊണ്ടാണ് ഇത് വരക്കുകയും ചെയ്യുന്നത് അല്ലേ. അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഈ വീഡിയോക്ക് ഉണ്ടാവും അല്ലേ. നിങ്ങളത് മനസ്സിലാക്കി ചെയ്യുക അല്ലേ. ഓരോ ആംഗിൾസ് ഞാൻ കാണിച്ചിട്ടാണ് വരച്ചത്.
ഇംഗ്ലീഷിലാണ് ഓരോന്ന് എഴുതിയതെങ്കിലും ഓരോന്നിൻ്റെ മലയാളം അല്ലേ ഗ്രേഡിൽ ഇതൊക്കെ എന്താണ് മാത്സ് അല്ലേ ആംഗിൾ കാണാൻ ഭിന്നരൂപം ഇൻറ്റു 360 എല്ലാം മലയാളത്തിൽ തന്നെയാണ് പറയുന്നത് അല്ലേ. നിങ്ങൾക്ക് മാത്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു.